പുറകെ വരുന്നുണ്ട്. നീ ചെന്ന് പറഞ്ഞിട്ട് വാ. അതൊരു പാവം നമ്പ്യാരൂട്ടിയാ. വലിയൊരു തറവാട്ടി പിറന്നിട്ടും ഇതുപോലൊരു ബീഡി തെറുപ്പ് കേന്ദ്രത്തിൽ വന്ന് പണിയെടുക്കണമെങ്കിൽ അതിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. വലിയ കഷ്ടാ. അവക്കേ 7 ചൊവ്വയത്രേ ജാതകദോഷം. ചൊവ്വയോ? ആമ്പ്ര. ജാതകദോഷം. എന്നിട്ട് ചിരിക്കണ്ടമ്പ്ര. അല്ലാണ്ട് എങ്ങനെയാ 2 ഭർത്താക്കന്മാരും മരിക്കുക? ദോഷം ചാർത്തി കൊടുത്തവരെന്നെ ഒളിഞ്ഞും പതിഞ്ഞും ചായ്പിൽ ഉപദ്രവിക്കാൻ ചെന്നു തുടങ്ങിയപ്പോഴാ എന്റെ കൂരയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. അതൊരു പാവ. ഇങ്ങനെ പിന്നാലെ നടക്കാൻ അവർക്ക് ഇഷ്ടമല്ലാന്ന് പറയാൻ പറഞ്ഞു. അതിന് വിട്ടേക്ക് അമ്പ്ര. തമ്പ്രാന്റെ കുളി കഴിഞ്ഞ് വെള്ളം കോരിത്തരാന്നാ പറയുന്നത്. മോനോടെ നിൽക്ക്. ഈ തമ്പ്രാന്റെ കുളിപ്പളങ്ങാൻ കഴിയോ? ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. കുറേ കഴിഞ്ഞു വെള്ളം കിട്ടാൻ. എനിക്ക് കുടിക്കാൻ പോയി വെച്ച വെള്ളത്തിൽ അറിയാണ്ടാവൻ ഇവനെന്താ പൊട്ടനാ? ഇവനറിയൂലെങ്കിൽ എനക്കറിയൂലേ? ഇനി എന്റെ ധൈര്യം വെള്ളം തരുന്നതേ എന്റെ ഔദാര്യാണ്. രാവിലെ തന്നെ കൊടവും കലായി ഇറങ്ങും അശ്ലീലങ്ങള്. തമ്പുരാന് കുളിക്കാൻ വെച്ച വെള്ളത്തില് കുഞ്ഞു നീറിട്ടു. ദാഹിച്ചിട്ടാണേ പാവം. ഇനി ഒരു തുള്ളി വെള്ളം ഇവിടുന്ന് കിട്ടൂല. വെള്ളം ഭൂമിയിൽ നിന്ന് ഉറയ്ക്കുന്നതാ, അല്ലാതെ തന്റെ തന്തയുടെ തൊള്ളന്നല്ല. ഇനി കുഞ്ഞിനെങ്ങാനും തൊട്ട് ആ കഴിഞ്ഞാൻ വെട്ടും. ഇത് കാലം മാറി. നിന്നെ പൊട്ടാന്ന് വിളിച്ച തമ്പുരാനെ നീ കീഴാളനാക്കണം. ഞാൻ ആലോചിച്ചിട്ട് അതിനൊരൊറ്റ വഴിയുള്ളൂ. എന്താ അറിയോ? തമ്പുരാൻ ആകെ പേടിയുള്ളത് ഒരൊറ്റ കാര്യത്തിന്, ദൈവത്തിന്. അതുകൊണ്ട് അയാൾ നിന്നെ വിളിച്ച പേര് എന്നെ മതി നിനക്ക്. പൊട്ടൻ. വെറും പൊട്ടനല്ല, പൊട്ടൻ തെയ്യം. അപ്പം നീ ദൈവമാവും. താഴ്ന്നയും മുന്തിയും ജാതി ഒന്നും ഇല്ലാണ്ടാവും. ജന്മി വന്ന് നിന്റെ കാലിൽ വീഴും. അന്നേരം നിനക്ക് അവനോടൊന്നും പറയാം, അവനോടൊന്നും ചോദിക്കാൻ ചെയ്യും. അപ്പം നീ ആരാ? പൊട്ടൻ തെയ്യം.